എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആങ്ങമൂഴി മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള കാട് യാത്രയാണ്. വീണ്ടും ഗവിയിലേക്കുള്ള യാത്രയിലാണ്. കാടിൻ്റെ ആ മനോഹര കാഴ്ചകളും വന്യജീവി കാഴ്ചകളുമായി വീണ്ടും MTയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു. ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ആങ്ങമൂഴിയിൽ നിന്ന് ഗവി വഴി വണ്ടിപ്പെരിയാർ വരെ നീണ്ടു നിൽക്കുന്ന കാട് യാത്ര. പുലർച്ചെ 4 മണിക്ക് എണീറ്റു. മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു. ആങ്ങമൂഴിയിൽ നിന്ന് വനയാത്രയ്ക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തു. 3 ദിവസം മുമ്പ് മാത്രമാണ് ഇത് ബുക്കിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സുഹൃത്ത് ഫെലിക്സിനെ കോട്ടയത്ത് പോയി കൂട്ടി. ആളുടെ ആഗ്രഹപ്രകാരമുള്ള യാത്രയാണ്. യാത്രയിൽ സുഹൃത്തും വൈദികനുമായ വിജി കുര്യനും രാജേഷുമുണ്ട്. അവരെയും പോകുന്ന വഴിക്ക് തന്നെ വിളിച്ചു. ആങ്ങമൂഴിക്കുള്ള യാത്ര തുടങ്ങി. ചെക്ക് പോസ്റ്റ് 8 മണി കഴിഞ്ഞ് തുറക്കൂ. രാവിലെ കാട്ടുവഴിയിൽ കിട്ടുവാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത് സാധാരണ പോകുന്ന വഴി ആയിരുന്നില്ല. മണിമല, എരുമേലി, പമ്പാവാലി, ഇലവുങ്കൽ വഴി പ്ലാപ്പള്ളി റൂട്ടിലാണ് നമ്മൾ പോയത്. പ്ലാപ്പള്ളിയിൽ നിന്ന് നേരെ ആങ്ങമൂഴി കാഴ്ചയിലേക്കും. നമ്മൾ പോകുന്ന വഴിയിലെ ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വളരെ റെയറാടാ ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാഴ്ചയിൽ സിംഹവാരും കുരങ്ങുകളും മലയണ്ണാനും ആനകളും നീലഗിരി വെങ്കൂറുകളും മ്ലാവും കാട്ടുപോത്തുമുണ്ട്. ആങ്ങമൂഴി മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള കാനന ഭംഗിയും ഡാമുകൾ കാഴ്ചയും എല്ലാം കൊണ്ടും നന്നായി ആസ്വദിക്കാൻ പറ്റിയ ഒരു കാനന പാതയാണിത്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിലെ ഒരു ഗ്രാമപ്രദേശമാണ് ഗവി. 2012 വരെ ഗവി അധികം ആരും അറിയപ്പെട്ടിരുന്നില്ല. മലയാള ചലച്ചിത്രമായ ഓർഡിനറി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത്. ഇതിന്റെ പ്രധാന ചിത്രീകരണം നടന്ന സ്ഥലം ഗവി തന്നെയായിരുന്നു. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ചെങ്ങന്നൂരും തിരുവല്ലയും ഒക്കെയാണ്. ഗവിക്ക് സമീപമുള്ള ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറും കുമളിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയും തേക്കടിക്ക് സമീപവുമായിട്ടാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ആങ്ങമൂഴിയിൽ നിന്നും നമുക്ക് ഈ സ്ഥലത്തേക്ക് വണ്ടിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളിൽ സഞ്ചരിക്കാവുന്നതാണ്. പ്രവേശന ഫീസായ ഒരാൾക്ക് 100 രൂപയും
വാഹനത്തിന് 50 രൂപയും ക്യാമറകൾക്ക് 25 രൂപയും ഈടാക്കുന്നതാണ്. വീഡിയോ ക്യാമറകൾക്ക് 100 രൂപയായ നിരക്കിൽ ഇവർ ചാർജ് ഈടാക്കുകയും ചെയ്യും. കിട്ടുന്നുണ്ട് പുള്ളി ഇരുന്ന് അന്നേരം. ഗവിയിൽ രാത്രിയും പകലുമെല്ലാം താമസത്തിന് സൗകര്യവുമുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നതാണ്. നവംബർ മുതൽ മാർച്ച് വരെ ഫോറസ്റ്റ് ടെന്റ് ക്യാമ്പും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഗവി കാടുകൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാടുകളിലാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടാൻ സാധ്യതയില്ലാത്ത ഗോഫർ മരങ്ങൾ കാണപ്പെടുന്നത്. പല ശാസ്ത്രജ്ഞന്മാരും ഇവിടെ എത്തി പരീക്ഷണങ്ങൾ നടത്തി അത് ഉറപ്പിച്ചിട്ടുമുണ്ട്. ഗവിയുടെ വനമേഖലകളിൽ ഗോഫർ മരങ്ങൾ 1-2 സ്ഥലങ്ങളിലായി നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ കാണാവുന്നതുമാണ്. ഗവിയുടെ നിത്യഹരിത വനങ്ങളിൽ കടുവ, ആന, പുള്ളിപ്പുലി, കരടി, ഇന്ത്യൻ ഗൗർ, സാമ്പാർ, കുരയ്ക്കുന്ന മാനുകൾ, എലിമാൻ, സിംഹാലം കുരങ്ങുകൾ, നീലഗിരി ലങ്കൂറുകൾ, നീലഗിരി മാർട്ടിൻ, മലബാർ ഭീമൻ അണ്ണാൻ, 250 ഇനം പക്ഷികൾ എന്നിവയുടെ സമൃദ്ധമായ വന്യജീവി സമ്പത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ, ഇത് ക്ലോസ്. കാട്ടാനകൾ എപ്പോൾ വേണമെങ്കിലും മുന്നിൽ പെട്ടുപോകാവുന്ന വഴികളാണിത്. പല സ്ഥലത്തും വണ്ടി ഒന്ന് തിരിക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. കേരള കാടുകളിലെ ഏറ്റവും ഭീകര കാട്ടുവഴികൾ തന്നെയാണ് ഗവിയിലെ ഈ കാട്ടുവഴികൾ. സൂര്യപ്രകാശം നിലത്തു പെയ്യാത്ത കാട്ടുവഴികളാണിത്. ഇവിടെ പല ഭാഗത്തും KSRTC വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വഴികളിലെല്ലാം പല സ്ഥലങ്ങളിലും കാട് വെട്ടിത്തെളിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലിക്കാടുകൾ പല വഴിയിലും ചാഞ്ഞു കിടക്കുന്നതും നമുക്ക് കാണാം. അത് പലപ്പോഴും തടസ്സമാവുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വെട്ടിത്തെളിച്ചിട്ട് തന്നെയാണ് രാവിലെ ആങ്കമൊഴിയിൽ നിന്ന് പുറപ്പെടുന്ന KSRTC ഈ കാട്ടുവഴി താണ്ടി വണ്ടിപ്പെരിയാർ എത്തുന്നത്.
കൂട്ടം അതിൻ്റെ കൂട്ടത്തിൽ ആനയുണ്ട് വേറെ. അതിൻ്റെ ഈ ചാലില്ലേ, ഈ ചാലിലപ്പുറം ആനയുണ്ട്. മരത്തിൻ്റെ മറവ് ഇല്ലില്ല ഇല്ല, അത് പാറയച്ചാ. ഗവി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളോട് ഒരു കാര്യം മുന്നറിയിപ്പായി പറയട്ടെ. 3 വിധം സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഗവിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന്, KSRTC. ആങ്ങമൂഴിയിൽ നിന്ന് KSRTC ബസ്സിൽ സഞ്ചരിച്ചാൽ വണ്ടിപ്പെരിയാർ വരെയും വണ്ടിപ്പെരിയാറിൽ നിന്ന് തിരിച്ചു ആങ്ങമൂഴി വരെയും നിങ്ങൾക്ക് KSRTC ബസ്സിൽ സഞ്ചരിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ പ്രൈവറ്റ് വണ്ടിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഓൺലൈൻ ബുക്ക് ചെയ്താൽ 30 വണ്ടികൾക്ക് മാത്രമാണ് അനുമതി ലഭിക്കുകയുള്ളൂ. 30 വണ്ടികൾക്ക് അനുമതി ലഭിച്ചാൽ ആങ്ങമൂഴിയിൽ നിന്ന് ആ പാസ് കാണിച്ച് നിങ്ങൾക്ക് കാട്ടിൽ പ്രവേശിക്കാവുന്നതാണ്. വൈഡായിട്ട് എടുത്താൽ മതി. വൈഡാ കറക്റ്റ്. ആ ജീപ്പ് വരുന്ന എടുത്തരാ ഒന്ന്. ഈ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ മറ്റൊരു സൗകര്യവുമുണ്ട്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് ഗവിയിൽ സഞ്ചരിക്കണമെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. KFTCയുടെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ വള്ളക്കടവിൽ നിന്നും ആങ്ങമൂഴിയിൽ നിന്നും നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ്. ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ താമസ സൗകര്യത്തിനുള്ള പാസുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ വള്ളക്കടവിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടെ ടെൻറ്റ് സ്റ്റേയും കോട്ടേജ് സ്റ്റേയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗവി വളരെ കൃത്യമായിട്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് മടങ്ങുവാനും ഒരു ദിവസം അവിടെ തങ്ങുവാനും ട്രക്കിംഗ് എടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുഞ്ഞുണ്ട് ഇല്ലില്ല, കുഞ്ഞുണ്ടെന്നല്ലേ. പ്രഭാത ഭക്ഷണം ആങ്ങമൂഴിയിൽ നിന്നും കഴിച്ചിരുന്നു. നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ആങ്ങമൂഴിയിൽ ഉച്ചഭക്ഷണം ഇല്ലപ്പൊതിയായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ കക്കി ഡാമിൻ്റെ അടുത്തുള്ള KCB ക്യാൻറ്റീനിൽ നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ഉച്ചഭക്ഷണവും ലഭിക്കുന്നതാണ്. ഡാമിലെ കുയിൽമീനും കൂട്ടിയുള്ള ഉച്ചഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്. മറ്റേ കാറിച്ച ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ ആനയല്ല. രാവിലെ 4 മണിക്ക് പുറപ്പെട്ട യാത്ര വൈകിട്ട് 8 മണിക്കാണ് അവസാനിച്ചത്. കാഴ്ചയിൽ നിന്ന് മടങ്ങുകയാണ്. തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTI. Oh.